അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മോമിനിങ്ങളെ, നമ്മളുടെ ഇടയിൽ നമ്മളുടെ മാതാപിതാക്കൾ ഇല്ലേ, സഹോദരന്മാർ ഏറ്റവും അനുഭവിക്കുന്ന ഒരു വിഷമമാണ് മക്കളുടെ വിവാഹക്കാര്യം. മക്കളുടെ വിവാഹം പല രീതിയിലും തടസ്സപ്പെട്ടു പോകാറുണ്ട്. എല്ലാ കാര്യങ്ങളും പണമാണെങ്കിലും ഗോൾഡാണെങ്കിലും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഹൈറായ ഒരു ബന്ധം ലഭിക്കാതെ വരുന്നു. അതേപോലെ തന്നെ എല്ലാം ശരിയാകും, പക്ഷേ അവർക്ക് നമുക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളോ ഇല്ല അവർ ചോദിക്കുന്ന കാര്യങ്ങളോ ഇല്ലാതെ വരിക. ഏതെങ്കിലും രീതിയിൽ വിവാഹം, അത് പലരും ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു സഹോദരിയുടെ മകളാണെങ്കിൽ നല്ലോണം പഠിത്തവും കഴിഞ്ഞ് അവരുടെ വീട് വിറ്റാലേ ആ മകളെ കെട്ടിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ആ വീടോ പൈസയോ പണമോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ വന്നു. പക്ഷേങ്കിൽ മകൾക്ക് ഒന്നും കൊടുത്തയക്കാതെ കല്യാണം അവർക്ക് കെട്ടിക്കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് KSFEയുടെയോ എന്നങ്ങനെയൊക്കെ കുറേ ചിട്ടികളും കാര്യങ്ങളും അങ്ങനെയെല്ലാം ഏർത്തിന്. അപ്പം ഇത് വിൽക്കാതെ വന്നപ്പോൾ ഈ ചിട്ടി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വിൽക്കാതെ തന്നെ നടത്താമെന്നുള്ളതായിരുന്നു. അവർക്ക് ആ ചിട്ടിയും കിട്ടി. അതേപോലെ തന്നെ അവരുടെ ഭർത്താവിൻ്റെ അനിയൻ അവരെ സഹായിച്ചു. അവർ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ കൊടുക്കാനും പറ്റി. അതേപോലെ തിരിച്ചും അവരിങ്ങോട്ട് പെണ്ണിനെ ഇഷ്ടപ്പെട്ട് സ്വർണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടിട്ടാണ് കൊണ്ടുവന്നത്. ഇന്ന് ആ പെണ്ണ് ഭർത്താവും ഒപ്പം UK കഴിയുന്നത്. അപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എന്തൊരു തടസ്സം, ഏത് രീതിയിലുള്ളൊരു വിവാഹത്തിനുള്ള തടസ്സങ്ങളാണെങ്കിലും ഈ ഒരു അമൽ ചെയ്യുമ്പോൾ നമ്മൾ അത് റബ്ബിനടുത്ത് തവക്കൽ ഏൽപ്പിച്ച്, അള്ളാഹുവേ എൻ്റെ ഈ ഒരു കാര്യം, എൻ്റെ മക്കളുടെ കാര്യം എനിക്കത് സലാമത്തിലാക്കി തരണേ എന്ന് പറഞ്ഞ് മനസ്സ് ഉറപ്പിച്ച് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാം. എല്ലാ നമസ്കാരത്തിന് ശേഷവും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ അമൽ ചെയ്ത് അള്ളാഹുവിൻ്റെ അടുത്ത് ദുആ ചെയ്യുക. അപ്പം ഏതാണ് അമൽ എന്ന് നമുക്ക് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഹറഫുകളില്ലാതെ ഒരക്ഷരത്തെ തൊടാതെ 41 തടവ് ഒരു വെള്ളപ്പേപ്പറിൽ എഴുതുക. എഴുതിയതിന് ശേഷം പെൺകുട്ടിയുടെ പേരും പെൺകുട്ടിയുടെ ഉമ്മാടെ പേരും അവരുടെ ഉമ്മാടെ പേരും എഴുതി വെച്ചിട്ട് മടക്കി പെൺകുട്ടി കിടക്കുന്ന ബെഡ് തലകണിയുടെ കീഴെയോ അല്ലെങ്കിൽ നമ്മൾ കയറി വരുന്ന വാദപ്പടിയുടെ അടിയിലായിട്ടോ സൂക്ഷിക്കുക. ആ പേപ്പർ ചവിട്ടി നടക്കുന്ന രീതിയിൽ നമ്മൾ എഴുതി സൂക്ഷിക്കരുത്. അത് അതിൻ്റെ അകത്ത് കട്ടൽപ്പടിക്ക് അടിയിലായിട്ട് നമ്മൾ വെക്കുക. അതേപോലെ തന്നെ ഈ സൂറത്തുകളും പതിവാക്കുക. എല്ലാ നമസ്കാര ശേഷവും 41 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പതിവാക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് 41 ദിവസത്തേക്ക് ഇപ്പുറം അള്ളാഹു നമുക്ക് ഹൈറായ ഒരു ബന്ധം നമുക്ക് എത്തിച്ചു തരും. അതുപോലെ തന്നെ എല്ലാ തടസ്സങ്ങളും മാറ്റി സന്തോഷം സമാധാനത്തോടെയും ഉള്ള ഒരു ജീവിതം നൽകും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.